ഹേ ഓൾ, നമ്മൾ 450 യൂസേഴ്സിനുള്ളൊരു ചെറിയ വീഡിയോ ആണേ. നിങ്ങൾ 450 എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ബാച്ച് വണ്ടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, നമുക്ക് റിമ്മ് ഇതായിരിക്കും, ഐ മീൻ ട്യൂബ് റിമ്മാണ് വന്നിട്ടുണ്ടാവുക. അവർ വണ്ടി എടുത്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ട്യൂബ്ലെസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 12,500 സംതിങ് റേറ്റിലാണ് അത് വന്നിരുന്നത്. ഇപ്പോഴും 12,500 കുറച്ച് ആളായിട്ട് റേറ്റ് കിടക്കുന്നത്. പക്ഷെ അത് മാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഉള്ളതാണോ എന്ന് അറിയില്ല. 12,500 നേരെ പോകുന്നത് 40,000-ലേക്കാണ്. അങ്ങനെയാണ് ഇപ്പം പൊതുവെ പറയുന്നത്. ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ ഒരു CRM-നോട് സംസാരിച്ചപ്പോൾ ആളും പറഞ്ഞത് ഒറ്റ ഷോറൂമിലും സ്റ്റോക്കില്ല, കിട്ടാൻ ചാൻസും കുറവാണ്, ഇനി പുതിയ സ്റ്റോക്ക് വരുമ്പോൾ 40,000 അടുത്തേക്ക് പ്രൈസ് മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ചില സ്റ്റോറുകളിൽ, ചില ഷോറൂമുകളിൽ 1-2 പീസസ് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തപ്പി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ 12,500 ഈ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഐറ്റം കിട്ടുമെന്ന്. ഞാൻ കിട്ടാവുന്ന നമ്പറിലൊക്കെ വിളിച്ചു നോക്കി. അവസാനം എനിക്ക് വന്നത് ബ്രോ അന്നൂട്ടോ എന്ന് പറഞ്ഞൊരു വച്ചനുണ്ടായി. ആളായിട്ട് എനിക്ക് പേഴ്സണലി ഒരു പരിചയമില്ല. ആൾക്ക് ചുമ്മാ ഒരു വണ്ടി എടുത്തപ്പോൾ കയറിയ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നതാ. അയാൾക്ക് ചുമ്മാ ഒന്ന് മെസ്സേജ് അയച്ചപ്പോൾ ആൾ സ്പോട്ടിലൊരു നമ്പർ ഇട്ടു, ബ്രോ ഇന്ന സ്ഥലത്ത് ഒരു ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്, കോൾ ഇമ്മീഡിയറ്റ്ലി എന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടു. ഞാൻ സ്പോട്ടിൽ വിളിച്ചു. ആൾ പറഞ്ഞു, ആ ബ്രോ സ്റ്റോക്ക് ഉണ്ട്, ഫണ്ട് ഇടാന്നുണ്ടെങ്കിൽ ബില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് തരാം. തിരുവല്ലയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, കാരണം ഞാൻ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യാൻ വെച്ചേക്കായിരുന്നു. പ്രൈസ് മാറാതിരിക്കാം, ഒന്നും നോക്കിയില്ല, അപ്ഗ്രേഡ് ചെയ്തു. സാധനം ബില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പർച്ചേസ് പോയി എടുക്കുന്നതൊക്കെ ഞാൻ വേറെ കാണിക്കാം. എനിവേ ബ്രോ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നമ്മളൊക്കെ പറയില്ല, ഒട്ടും പ്രതീക്ഷിക്കാത്തടത്തൊക്കെയാണ് ഈ നമുക്കിട്ടുള്ള ഹെൽപ്പ് വരാമെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്.